ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ജനാധിപത്യവും നിയമവാഴ്ചയുമാണ് ഇന്ത്യ ഓസ്ട്രിയ ബന്ധത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രിയൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നേടാൻ അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. രാജ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വിലയിരുത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 183 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനാധിപത്യവും നിയമവാഴ്ചയുമാണ് ഇന്ത്യ ഓസ്ട്രിയ ബന്ധത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹമറുമായി വിയന്നയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഹരിത ഊർജ്ജം, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണം ഉറപ്പുവരുത്തി. आज मेरे और चांसलर नेहमर के बीच बहुत सार्थक बातचीत हुई. हमने आपसी सहयोग को और मजबूत करने के लिए नई संभावनाओं की पहचान की है. हमने निर्णय लिया है कि संबंधों को स्ट्रेटेजिक दिशा प्रदान की जाएगी. आने वाले दशक के लिए सहयोग का खाका तैयार किया गया है. यह केवल आर्थिक सहयोग और निवेश तक सीमित नहीं है. इंफ्रास्ट्रक्चर विकास, इनोवेशन, रिन्यूएबल एनर्जी, हाइड्रोजन, वाटर एंड वेस्ट मैनेजमेंट, आर्टिफिशियल इंटेलिजेंस, क्वांटम जैसे क्षेत्रों में एक दूसरे के सामर्थ्य को जोड़ने का काम किया जाएगा. ആഗോള സൌരസഖ്യം, ജൈവ ഇന്ധന സഖ്യം എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സംരംഭങ്ങളിൽ പങ്കുചേരാൻ ഓസ്ട്രിയയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലുമായും ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെയും ഓസ്ട്രിയയിലെയും പ്രമുഖ കമ്പനി മേധാവിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹ്മറും കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യം, പുനരുപയോഗ ഊർജ്ജം, ഫിൻടെക്, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സാധ്യതകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഓസ്ട്രിയൻ കമ്പനികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ക്രിമിനൽ നടപടിക്രമത്തിലെ 125 വകുപ്പ് പ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാൻ അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. സെക്ഷൻ 125 CRPC പ്രകാരം വിവാഹമോചിതയായ സ്ത്രീക്ക് ഇടക്കാല ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ജീവനാംശത്തിനുള്ള അപേക്ഷ പരിഗണനയിലുള്ളപ്പോൾ സ്ത്രീ വിവാഹമോചനം നേടുകയാണെങ്കിൽ 2019 വിവാഹ അവകാശ സംരക്ഷണ നിയമത്തിന്റെ ആനുകൂല്യം ഒരു മുസ്ലിം സ്ത്രീക്ക് ലഭിക്കുമെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. 1986 മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനാവകാശ സംരക്ഷണ നിയമം മതേതര നിയമത്തിന് അതീതമല്ലെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. രാജ്യത്ത് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ വിലയിരുത്തി. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഡെങ്കിപ്പനി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി മന്ത്രാലയം പദ്ധതികൾ തയ്യാറാക്കുമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ ഹെൽപ്പ് ലൈനുകൾ ആരംഭിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അരൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ഇത്തരം അതിക്രമങ്ങളെ സർക്കാർ വളരെ ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അരൂർ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സർക്കാർ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കുടിശ്ശിക സമയബന്ധിതമായി നൽകി തീർക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവന നടത്തി. സാധാരണക്കാർക്കും ദുർബല വിഭാഗങ്ങൾക്കും നൽകാനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സമീപനം മൂലമുണ്ടായ പണഞ്ഞെരുക്കത്തിനിടയിലും വികസന ക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി.
കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ നാളെ തിരുവനന്തപുരത്തെത്തും. ലൈറ്റ് ഹൌസ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഈ മേഖലയിലെ പങ്കാളികളുമായി അദ്ദേഹം ചർച്ച നടത്തും. രാവിലെ 10 മണിക്ക് വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് സഹമന്ത്രി ശ്രീ ശാന്തനു ഠാക്കൂറും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ കോടതിയിൽ കേസ് നടത്തുന്ന വൈസ് ചാൻസലർമാർ സ്വന്തം ചിലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർക്കെതിരെ കേസ് നടത്താൻ ഉപയോഗിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടയ്ക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിസിമാർക്ക് ഗവർണർ നോട്ടീസ് അയച്ചു. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. നിർമ്മിത ബുദ്ധിയുടെ പരിവർത്തന സാധ്യതകളും സമൂഹത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നൂതന വ്യവസായങ്ങളുടെ ഹബ്ബാകാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പായിരിക്കും ജൻ AI കോൺക്ലേവ് എന്ന് മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2024 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ട്രോഫികൾ അനാച്ഛാദനം ചെയ്തു. 2024 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വെയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 18 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എന്ന നിലയിലാണ്. യൂറോ കപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2ാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും. ആദ്യ സെമിയിൽ ഫ്രാൻസിന് 2-1 പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയിലെ വിറ്റുവരവ് ആദ്യമായി 1.5 ലക്ഷം കോടി രൂപ കടന്നു. KVICയുടെ 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള താൽക്കാലിക കണക്കുകളിലാണ് റെക്കോർഡ് നേട്ടം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉൽപാദനത്തിൽ 315% വർധനയും വിൽപ്പനയിൽ 400% വർധനയും നേടിയതായി റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിൽ ചരിത്രത്തിലാദ്യമായി 81% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കോ പൈലറ്റുമാരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും നാടകീയത സൃഷ്ടിക്കുകയുമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ലോക്കോ പൈലറ്റുമാരെ സന്ദർശിച്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്കോ പൈലറ്റുമാർ 16 മണിക്കൂറോളം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നും അവർ നിരവധി ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയാണെന്നും ആരോപിച്ചിരുന്നു. ലോക്കോ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും യാത്രയ്ക്ക് ശേഷം വിശ്രമം കൃത്യമായി നൽകുന്നുണ്ടെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു. ലോക്കോ ക്യാബുകളിൽ സൌകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ലോക്കോ പൈലറ്റുമാർക്ക് മികച്ച ഗുണനിലവാരമുള്ള വിശ്രമ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. NCERT പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. 3, 6 ഒഴികെയുള്ള മറ്റ് ക്ലാസുകളുടെ പാഠപുസ്തകങ്ങളിൽ ഇത്തവണ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യവും നിയമവാഴ്ചയുമാണ് ഇന്ത്യ ഓസ്ട്രിയ ബന്ധത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രിയൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നേടാൻ അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. രാജ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വിലയിരുത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വെയ്ക്ക് 183 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.